കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ സമരം നടക്കുകയായിരുന്നു. രണ്ടാഴ്ചയോളം സമര കോലാഹലങ്ങളാണ് അരങ്ങേറിയത്. ഇങ്ങനെ സമരങ്ങൾ നടത്തുന്നതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടാകുമോ? നമ്മൾ ഈ പുറമേ കാണുന്ന സാധനങ്ങളൊന്നുമല്ല പലപ്പോഴും യഥാർത്ഥത്തിൽ നടക്കുന്ന സംഗതികൾ. കാര്യം അതിൽ നിന്ന് നമുക്ക് കാണാത്ത ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പാറ്റേൺ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ സർവകലാശാലകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാനും കുറച്ച് നാളുകളായിട്ട് പ്രശ്നത്തിലാണ്, അല്ലേ? അതെ. ഇപ്പോൾ പല സർവകലാശാലകൾക്കും കോടതി തന്നെ പറഞ്ഞ് VC ഇല്ലാതെ എങ്ങനെ നടപ്പിലാവും. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ, അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആ കാലം കൊണ്ട് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം, ഇത് ഒരു സർവകലാശാലകളെന്ന് പറയുന്നത് മുഴുവൻ ഒരു അവതാളത്തിലായി കേരളത്തിൽ. അപ്പോൾ ഇത് അവതാളത്തിലായതല്ല, അവതാളത്തിലാക്കിയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തു വിദേശ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കാനായിട്ട്. അപ്പോൾ വിദേശ സർവകലാശാലകൾക്കൂടെ വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിക്ഷേപം വേണം. നിക്ഷേപമില്ലാതെ വരില്ലല്ലോ. അവർ വിദേശ സർവകലാശാലകളുടെ അവരുടെ സെൻറ്ററുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കേരളത്തിലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന കുട്ടികളെയും തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വരുത്തുക. ഇപ്പം തന്നെ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ദിവസം ഒരു യഥാർത്ഥ പത്രത്തിൻ്റെ കണക്ക് വാർത്ത തയ്യാറാക്കി ഒരു പരസ്യം ഇറക്കി ഒരു വിവാദമാക്കിയ സംഭവം അറിയാമോ? ആ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്രയോ ഇപ്പോൾ പിന്നെ ഇവിടെ ഈ വളരെയധികം മാർക്ക് വാങ്ങിയ കുട്ടികളെ പലരും ആ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അവർക്ക് ആ സാമ്പത്തികമായി ആ ഒരു നേട്ടം ഉള്ളതിൻ്റെ പേരിലാണ് അത്രയും കോടികൾ ചെലവഴിച്ച പരസ്യം ഇറക്കിയിരിക്കുന്ന സാധനം. ഇപ്പം തന്നെ അത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് മലയാളികൾ ഈ വിദേശത്തേക്ക് അയക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ സാമ്പത്തികമായി ശേഷിയുള്ള പഠിക്കാൻ സമർത്ഥരായ കുട്ടികളെ ഇത്തരം യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ ഈ വിദേശ സർവകലാശാല വരുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ പ്രവർത്തിക്കാനും കുട്ടികളെ കിട്ടാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനൊരു സാഹചര്യം, സോഷ്യൽ സിറ്റുവേഷൻ ആവശ്യമാണ്. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഈ വിഭാഗമാണ് ഈ CPM-കാർ എന്ന് പറയുന്ന സാധനം. കാര്യം അവരിതിൻ്റെയൊക്കെ എന്താ പറയുക, ഉസ്താദുമാരാണ് ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. എങ്ങനെയാണത് ഒരു സോഷ്യൽ സിറ്റുവേഷൻ സൃഷ്ടിക്കേണ്ടതെന്നുള്ളത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വളരെ മനോഹരമായിട്ട് അവർക്ക് അറിയാവുന്നൊരു പ്രസ്ഥാനമാണത്. നേതാക്കന്മാരുമൊക്കെ അങ്ങനെ വളരെ ഈ ബുദ്ധിജീവികളൊക്കെ അതിനായിട്ടാണ് അവർ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗതി. ഇത്രയും ഈ യൂണിവേഴ്സിറ്റികളൊക്കെ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരു മികച്ച ഒരു അധ്യാപനം എന്നൊക്കെ എടുത്ത് പറയാനുണ്ടോ? അങ്ങനെ പറയാനില്ല. ഏതെങ്കിലും ഒരു കോളേജിലോ സർവകലാശാലയിലോ അഡ്മിഷൻ വേണം എന്ന് തോന്നാൻ പറ്റുന്ന ഒരു സർവകലാശാല ഇന്ന് കേരളത്തിലുണ്ട്. ആ സമയത്ത് തമിഴ്നാട്ടിലേക്ക് പോക്കൂ. തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റി ഇന്നും അതിൻ്റെ, ഞാൻ പറഞ്ഞ അണ്ണാ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അവിടെ മറ്റു പല സ്ഥാപനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വളരെയധികം കുട്ടികളും പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയിലേക്ക്. പിന്നെ വിദ്യാഭ്യാസ നിലവാരം എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിലാണ്. അവിടെയുള്ള പ്രൊഫസേഴ്സ്, വേൾഡ് റിനൗണ്ട് പ്രൊഫസേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പ്രശസ്തമായ പേപ്പേഴ്സ് ഇറക്കിയ അധ്യാപകരുണ്ട്. നമുക്ക് കേരളത്തിൽ എങ്ങനെ ഒരൊറ്റ അധ്യാപനയെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ മാത്രമല്ല, ഇപ്പം സർവകലാശാലയിൽ ഇപ്പോൾ തന്നെ എനിക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പോലും പറയുന്നതാണ്, ഇപ്പം നാളെ വിദേശ സർവകലാശാല വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയതുപോലൊന്നും ഇപ്പോൾ UGC ഒന്നും വലിയ അട്രാക്റ്റീവ് സാലറി അല്ല. കാരണം ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലൊക്കെ അതിനേക്കാളൊക്കെ ഇപ്പോൾ വളരെ ഹ്യൂജ് പാക്കേജ് കിട്ടുന്നുണ്ട്. അപ്പം നാളെ ഈ സ്വകാര്യ സർവകലാശാല വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ UGC അധ്യാപകന് ഒരു 2-2.5 ലക്ഷം കിട്ടുന്ന സ്ഥലത്ത് സ്വകാര്യ സർവകലാശാല 5 ലക്ഷം രൂപ കേരളത്തിൽ ഓഫർ ചെയ്യാനൊരു മടിയൊന്നും ഉണ്ടാവില്ല അവർക്ക്. ഒരു മിനിമം 5 lakhs rupees പെർ മന്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിനെയും അവരങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ഈ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പം ഈ മിഥുൻ എന്ന് പറഞ്ഞ കുഞ്ഞ് മരിച്ചല്ലോ തേവലക്കര, അതുപോലുള്ള തീരെ സാഹചര്യങ്ങളില്ലാതെ വരുന്ന സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ അണികളാക്കുകയും ആ അണികളെ കോളേജുകളിലേക്ക് കൊണ്ടുവന്ന് സർവകലാശാലകളിലേക്ക് കൊണ്ടുവരികയും ഈ പറഞ്ഞതുപോലെ പാർട്ടി നഴ്സറികളാക്കി മാറ്റി, ഈ സർവകലാശാലയുടെ പാർട്ടി നഴ്സറികളാക്കി മാറ്റി പുറത്തേക്ക് ഇറങ്ങി നേതാക്കന്മാരെ അതിനകത്ത് സൃഷ്ടിച്ചു കൊണ്ടുവന്ന് ഓരോരോ സമരങ്ങളിലുള്ള ഓരോ നേതാക്കന്മാരുടെ ഉദയം ഉണ്ടാവും. ആ നേതാക്കന്മാരുടെ കൊണ്ടുവന്ന് പാർട്ടിയിലേക്ക് കുടിയിരുത്തി പാർട്ടിയെ കൊണ്ടുപോവുക. ഈ ഒരു പ്ലാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ അതിനാണ് നമ്മളുടെ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അവരുടെ ആ ലക്ഷ്യം നടന്നത്. ഇന്ന് ആലോചിച്ച് നോക്കും.
ഇത് നമ്മളുടെ നികുതി പണം ഉപയോഗിച്ചിട്ട് തന്നെ ഈ വളരെ അതിമനോഹരമായിട്ട് ഈ സർവകലാശാലകളെ അതിൻ്റെ എന്താ പറയുക ആ ഒരു ഓജസ്സിനെ മുഴുവൻ ഊറ്റിക്കളഞ്ഞാൽ പിന്നെന്താണ് വെറും ഒരു സ്ട്രക്ചർ മാത്രമാണ്. ഒരു ഗതിയില്ലാത്ത കുട്ടികളായിരിക്കും നാളെ വന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ ഇങ്ങനെ മതി എന്ന് അവർ തീരുമാനിക്കുന്നു, എന്നിട്ട് അതിനെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴത്തേക്ക് പഠിക്കാൻ മിടുക്കലുള്ള അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ തന്നെ ഈ സ്വകാര്യ സർവകലാശാലയിൽ പോകും. പഠിക്കാൻ ശേഷിയുള്ള, പഠിക്കാനായിട്ട് വളരെ താല്പര്യമുള്ള കുട്ടികൾക്ക് പോലും സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റി വരും. അവർക്ക് അവരുടേതായ ആസ്പിറേഷൻസ്, അവരുടേതായ രീതിയിൽ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. കാരണം നല്ല അധ്യാപകരും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠനം പോവുള്ളൂ മുമ്പോട്ട്. അതുമാത്രമല്ല, ഈ റിസർച്ച് ഈ വിദേശ സർവകലാശാല വരുമ്പോഴത്തേക്ക് റിസർച്ചിൻ്റെ സ്വഭാവം മാറും. നമുക്കിപ്പോൾ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ഒരു 50 വർഷം കൊണ്ട് നടത്തിയ റിസർച്ച് എടുത്ത് നോക്കുക. ഏതെങ്കിലും ഒരു റിസർച്ച് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതോ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതോ എന്തെങ്കിലും പറഞ്ഞുണ്ടോ? ഇപ്പോൾ മലയാളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കാണുന്നവരൊക്കെ ഡോക്ടർമാരായി, കോളേജിൽ അധ്യാപകർ അല്ലേ? അതെ. ഈ ഡോക്ടർമാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ഒരു വിദ്യാഭ്യാസം എന്ന് ഉച്ചരിക്കാൻ പോലും അറിയാൻ വയ്യാത്ത ഡോക്ടർമാരുണ്ട്, മലയാളം ഡോക്ടർമാർ. അപ്പം എനിക്ക് നേരിട്ടുള്ളൊരു അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ UGC ശമ്പളം വാങ്ങിക്കുന്ന 2 അധ്യാപകർ പങ്കെടുത്തൊരു ഒരു ചടങ്ങിൽ രണ്ടുപേരും പറഞ്ഞ ഒരു അഭിപ്രായം കിട്ടാൻ നമ്മൾ ഞെട്ടിപ്പോകും. വിപ്ലവം അതല്ലെങ്കിൽ പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷനെ, പാരമ്പര്യത്തെ തകർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വിപ്ലവം കൊണ്ട് അതല്ലെങ്കിൽ പുരോഗമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റ് പാറ്റേണിലൂടെയാണ് ഒരു പോകുന്ന സാധനം. അപ്പം ഇതിനകത്ത് തകർക്കേണ്ടത് തകർക്കണം, സംശയമില്ല. പക്ഷെ എന്നാൽ ഈ തകർക്കേണ്ടത് എന്താണ്, ഈ ട്രഡീഷൻ എന്താണ്, മാത്രമല്ല ഒരു സ്ട്രക്ചർ തകർക്കുന്ന സമയത്ത് ഒരു പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ട്രക്ചർ എന്താണ്, അതിനെക്കുറിച്ചും ധാരണയില്ല. അപ്പോൾ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ തകർക്കുന്നത് മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പണമോ മറ്റെന്തെങ്കിലും പ്രതിഫലമോ മേടിച്ചിട്ട് പാർട്ടിയുടെ ഉയർന്ന നേതൃത്വം, ഇതിനകത്ത് പല അജണ്ടകളുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ സോഷ്യൽ ഫോറസ്ട്രി, അതിൻ്റെ പിന്നിലൊക്കെ നടന്നിട്ടുണ്ടാവുന്ന ഏർപ്പാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റും. അന്റാർട്ടിക്കയിൽ പോയി ഐസ്ക്രീം ഉണ്ടാക്കി വിൽക്കുന്ന പോലെയല്ലേ കേരളത്തിൽ സോഷ്യൽ ഫോറസ്ട്രി നടപ്പിലാക്കുന്നത്? അന്ന് ആരെങ്കിലും ചിന്തിച്ചോ? ഇല്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു പരിസ്ഥിതി ഭയങ്കര ആര് നോക്കിയാലും പരിസ്ഥിതി പ്രവർത്തകൻ. പത്രത്തിൽ നോക്കിയാലും അന്ന് പത്രമാണ് മെയിനായിട്ടുള്ളത്, എല്ലായിടത്തും പരിസ്ഥിതി വാർത്തകൾ. ആ അന്തരീക്ഷത്തിൽ മരം നടുന്നത് എന്തും പരിസ്ഥിതി പ്രവർത്തനമായിട്ട് മാറും. ഇപ്പോൾ വിനാശകരമായ സകല മരങ്ങളും കൊണ്ട് നമ്മുടെ കാട്ടിനുള്ളിൽ പോലും നട്ടു, കുറ്റിക്കാടുകൾ നശിച്ചു, കുഞ്ഞു മൃഗങ്ങൾക്ക് തിന്നാൻ ഭക്ഷണം ഇല്ലാണ്ടായി, വലിയ തേക്കും യൂക്കാലിപ്റ്റസും വളർന്നു നിന്നു. അവസാനം ഈ കുഞ്ഞു മൃഗങ്ങളുണ്ടെങ്കിലേ വന്യമൃഗങ്ങൾക്ക് ആഹാരം ഉണ്ടാവുള്ളൂ, കുറ്റിക്കാടുകളുണ്ടെങ്കിലേ കുഞ്ഞു മൃഗങ്ങൾക്ക് പുല്ലും മറ്റു സാധനങ്ങളും ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? കാട്ടുമൃഗങ്ങളെടുത്ത് നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാരെ പിടിക്കാൻ തുടങ്ങി. ആവാസ വ്യവസ്ഥ തകർന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ഹ്യൂജ് പ്ലാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അതേ ഒരു പ്ലാനാണ് ഇപ്പോൾ സർവകലാശാലയുടെ പിന്നിൽ നടക്കുന്ന സാധനം. അപ്പോൾ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ഏറ്റവും ഹൈടെക് മാതൃക അങ്ങനെ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് നമ്മുടെ TP ശ്രീനിവാസനെ ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ തലയ്ക്കടിച്ച് കരിയോയിലൊഴിച്ച് തറയിട്ട ഒരു സമൂഹമാണ് നമ്മളുടേത്, അല്ലേ? അവരിപ്പോൾ നടത്തുന്ന സമരം കണ്ടു കഴിഞ്ഞാൽ സർവകലാശാല വിദ്യാഭ്യാസം രക്ഷപ്പെടുത്താനുള്ള സമരമാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ആ രക്ഷപ്പെടുത്തലിൻ്റെ പിന്നിൽ ഈ ഒരു താല്പര്യമാണ് നടക്കുന്നത്. കാര്യം അവർക്കിത് ആവശ്യമാണ്. കാര്യം ഈ വിദേശ സർവകലാശാല വന്ന ഇപ്പോൾ ഇതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് ഡീലുകളുണ്ടാവും, നമ്മൾ കാണാത്ത ഡീലുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ, കാണാത്ത സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു നിലവൊരുക്കലാണ് ഇപ്പം സർവകലാശാലകളുടെ ഈ അവസ്ഥയിൽ എത്തിച്ചതിലൂടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു സർവകലാശാലയുടെ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം വൈസ് ചാൻസലറും വൈസ് ചാൻസലറും ഒക്കെ ഉണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ എന്തിൻ്റെങ്കിലും പേരിൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അഭിമാനം പറയുകയാണ്, ഞങ്ങൾ നേട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നുള്ളതിൻ്റെ. അപ്പോൾ ഏതെങ്കിലും സാധനങ്ങൾ മോശമാവുന്നുണ്ടെങ്കിൽ ആർക്കാ അതിൻ്റെ ഉത്തരവാദിത്വം? അതും സർക്കാരിൻ്റെയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒരു ബോധപൂർവമായ ശ്രമമാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ സർവകലാശാലകൾക്ക് നല്ല സുന്ദരമായ കാലാവസ്ഥ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും ഇവരുടെ ഉത്തരവാദിത്വമായതിൻ്റെ പേരിൽ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഒരു നിലപാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാത്തിരുന്നത്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.